നമസ്കാരം. ദ പ്രസ് ആരംഭിക്കുകയാണ്. ആദ്യമായി മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തകളിലൂടെയാണ് പോകുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൻ്റെ തുടർ വാർത്തകൾ തന്നെയാണ് ഇന്ന് പത്രങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയും ആ നില തന്നെ തുടരുന്നുണ്ട്. ഹീനമായിട്ടുള്ള ഭീകരാക്രമണം, ഡൽഹി സ്ഫോടനത്തെ അപലപിച്ച് കേന്ദ്രം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഉമറും ഷക്കീലും മുൻപും ചെങ്കോട്ടയിലെത്തി എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ആ വാർത്തയിൽ മാതൃഭൂമി നൽകുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം ദേശവിരുദ്ധ ശക്തികൾ കാർ ബോംബ് ആക്രമണത്തിലൂടെ നടത്തിയത് ഹീനമായിട്ടുള്ള ഭീകരാക്രമണമെന്ന് കേന്ദ്ര മന്ത്രിസഭ പ്രമേയത്തിൽ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം മരിച്ചവരുടെ സ്മരണയ്ക്കായി 2 മിനിറ്റ് മൗനം ആചരിച്ചു. നിരപരാധികളുടെ മരണത്തിന് കാരണക്കാരായ ഭീരുത്വവും നിന്ദ്യവുമായ പ്രവൃത്തിയെ മന്ത്രിസഭ അപലപിച്ചു. ലോകമെമ്പാടുമുള്ള ഒട്ടേറെ സർക്കാരുകളിൽ നിന്ന് ലഭിച്ച ഐക്യത്തിന് നന്ദിയും അറിയിച്ചു മന്ത്രിസഭ. അതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഭീകരർ ഉപയോഗിച്ച 2ാമത്തെ കാർ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ആ കാറിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവർ സഞ്ചരിച്ച മറ്റൊരു കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. DL10 CK 0458 എന്ന ചുവന്ന കാർ ഭീകരർ ഉപയോഗിച്ചതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ഡൽഹി പോലീസ് ഈ കാറ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് മാതൃഭൂമി. മറ്റ് 2-3 പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ്, ഒപ്പം തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട കേസ്. അത് രണ്ടുമാണ് മാതൃഭൂമി അവരുടെ ഈ 1ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ക്രമക്കേടിന് പിരിച്ചുവിട്ടയാളോട് ബോർഡ് ക്ഷമിച്ചു എന്നുള്ളതാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വാർത്തയാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിജിലൻസ് വകുപ്പ് തല അന്വേഷണങ്ങളിൽ കുറ്റങ്ങൾ തെളിഞ്ഞ് പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ 11 വർഷത്തിന് ശേഷം വീണ്ടും ബോർഡ് തിരിച്ചെടുക്കുകയായിരുന്നു. അതാണ് ആ വാർത്തയായി നൽകിയിരിക്കുന്നത്. ആ കാലത്തെ ഈ പുറത്താക്കപ്പെട്ട കാലത്തുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ തനിക്ക് വേണ്ട എന്ന് അയാൾ കത്തെഴുതി നൽകി. അതിനുശേഷം അയാളെ വീണ്ടും ജോലിയിൽ തിരിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ വേണ്ട എന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ പോലും അയാൾക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടായി. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ അത്തരത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ നിരത്തിക്കൊണ്ട് മാതൃഭൂമി ആ വാർത്ത പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഏത് ഉദ്യോഗസ്ഥനാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം നൽകിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ വാർത്തയിൽ കാണുന്ന മറ്റൊരു കാര്യം. പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ 11 വർഷത്തെ അനുഭവിച്ച ദുരിതം കണക്കിലെടുത്ത് തിരിച്ചെടുത്തു. വേണ്ടെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ നൽകി. പെൻഷൻ ആനുകൂല്യങ്ങൾ, ആർജിത അവധി, പ്രമോഷൻ എന്നിവ അനുവദിച്ചു. ആനുകൂല്യമായി നൽകിയത് 50 ലക്ഷം എന്നുള്ളതാണ് ആ വാർത്തയിൽ പ്രധാനപ്പെട്ട പോയിന്റുകളായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാർ പണിമുടക്കുന്നു എന്നുള്ളൊരു വാർത്തയും 1ാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പണിമുടക്കുന്നത്. സമ്പൂർണ്ണ പണിമുടക്കാണ് നടത്തുന്നത് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യ സേവനങ്ങൾ അല്ലാതെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് PM ശ്രീ ഒടുവിൽ കത്തയച്ചു എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് കാണിച്ച് സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ധാരണാപത്രം മരവിപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുശേഷം 15ാമത്തെ ദിവസമാണ് ഈ കത്തയക്കൽ നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ്. കത്ത് വൈകുന്നതിൽ CPI വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കത്തയച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. LDFൻ്റെ രാഷ്ട്രീയ വിജയം എന്നുള്ള കാര്യം ബിനോയ് വിശ്വം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും മാതൃഭൂമി ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. വരനെ കുത്തി ഓടിയയാളെ ഡ്രോൺ പറന്നു പിടിച്ചു എന്നുള്ളൊരു വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്ന 1ാമത്തെ പേജിൽ. മുംബൈയിലുണ്ടായ സംഭവമാണ്. മഹാരാഷ്ട്രയിൽ അമരാവതിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. വിവാഹവേദിയിൽ വരനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ ചടങ്ങ് ചിത്രീകരിച്ച ഡ്രോൺ ക്യാമറ പിന്തുടർന്ന് 2 കിലോമീറ്ററാണ് 22-കാരനായ സുജൽ റാം
ആണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള QR കോഡ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. കാകദൃഷ്ടിയാണ് മാതൃഭൂമിയുടെ കാർട്ടൂൺ പങ്ക്തി എന്ന് പറയുന്നത്. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ അപ്പോൾ കാണാം ബിനോയ് വിശ്വം. PM-ശ്രീ തുടർ നടപടി നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചു എന്നുള്ളതാണ്. ചാവേർ ആക്രമണം തടയാൻ മരവിപ്പിക്കുക തന്നെ എന്നുള്ളത് ആണ് അതിന് ഒരു വിശദീകരണമായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ബിനോയ് വിശ്വം, ഒപ്പം തന്നെ ശിവൻകുട്ടി, ഒപ്പം പിണറായി വിജയൻ തുടങ്ങിയവരുടെ രേഖാചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. ഉൾപേജുകളിലേക്ക് വന്നാൽ, കുവൈത്തിൽ എണ്ണക്കിണറിലുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചിരുന്നു. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ ഏറ്റവും മുകളിലായി തന്നെ നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ, കൊല്ലം സ്വദേശികളാണ് മരിച്ചത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ശനിയാഴ്ച വീട്ടിൽ പോകാൻ വേണ്ടി റെഗുലർ ജോലിയാണ്, തുടർച്ചയായിട്ടുള്ള 56 ദിവസത്തെ ജോലി കഴിഞ്ഞ് വീണ്ടും ഈ ശനിയാഴ്ച വീട്ടിൽ പോകാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റു വാർത്തകളിലേക്ക് പോയെന്ന ഇത്തിഹാദ് റെയിൽ അൽ മക്തും വിമാനത്താവളത്തിലും സ്റ്റോപ്പ് അനുവദിച്ചേക്കും എന്നുള്ള ഒരു തലക്കെട്ടിൽ വാർത്ത നൽകിയിരിക്കുന്നു. UAEയുടെ ദേശീയ റെയിൽ പദ്ധതിയായ ഇത്തിഹാദ് റെയിലിന് ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലെ അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ സാധ്യത. ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫിത്സ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിമാനയാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ചരക്ക് വിമാനത്താവളത്തിൽ നിന്ന് അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യവും അവിടെ ഒരുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ രണ്ടാമത്തെ പേജിൽ മുകളിലായി തന്നെ മാതൃഭൂമി നൽകുന്നുണ്ട്. ഒപ്പം ഷാർജ രാജ്യാന്തര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നിരവധിയായി തന്നെ ആ പേജിൽ നൽകിയിരിക്കുന്നത്. നിരവധി ശില്പശാലകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്, അതിൻ്റെ വാർത്തകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മുഖാമുഖം പരിപാടികളൊക്കെ തന്നെയും ഈ ഷാർജ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, അതിൻ്റെ വാർത്തകളും ആ പേജിൽ നൽകിയിട്ടുണ്ട്. അൽ മക്തും വിമാനത്താവളത്തിൽ ആദ്യമായി പറക്കും ടാക്സി പറന്നിറങ്ങി എന്നുള്ള വാർത്ത മൂന്നാമത്തെ പേജിൽ നൽകുന്നുണ്ട്. അടുത്ത വർഷം സേവനം ആരംഭിക്കും. അത് അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യമായി പൈലറ്റുമായി പറക്കും ടാക്സി പറന്നിറങ്ങി. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ഗതാഗത രംഗത്തെ ഏറ്റവും പുതിയ മുന്നേറ്റത്തെക്കുറിച്ച് അറിയിച്ചത്. അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പൈലറ്റുള്ള ആദ്യത്തെ പറക്കം ടാക്സി മാർഗാമിൽ നിന്നും പറന്ന് അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയത്. ഇന്നലെ NTV ഉൾപ്പെടെ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അറബ് ഹോപ്പ് മേക്കർ വിജയ്ക്ക് 10 ലക്ഷം ദിർഹം സമ്മാനം എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി ആ പേജിൽ നൽകിയിരിക്കുന്നത്. സാമൂഹ്യ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരെയും സംഘടനകളെയും ആദരിക്കാൻ അറബ് ഹോപ്പ് മേക്കർ പുരസ്കാരത്തിന് 6ാം പതിപ്പ് പ്രഖ്യാപിച്ചു. വിജയ്ക്ക് 10 ലക്ഷം ദിർഹം സമ്മാനം ലഭിക്കുമെന്നാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ദുബായിൽ ഭക്ഷണ വിതരണത്തിന് ഡ്രോൺ സേവനം വരുന്നു എന്നുള്ളൊരു വാർത്തയും നൽകുന്നുണ്ട്. ഡ്രോണിന് 20 കിലോഗ്രാം വരെ ഭാരശേഷി ഉണ്ട് എന്നുള്ളതാണ് അതിൽ വിശദീകരണമായി നൽകിയിരിക്കുന്നത്. തലാബ് ആപ്പിലൂടെ ഓർഡർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഡ്രോൺ വഴി എത്തിക്കാൻ തയ്യാറെടുപ്പുകൾ ആരംഭിച്ച് അബുദാബി. പരീക്ഷണ പറക്കലുകൾ വിജയകരമായി നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ഉപഭോക്താക്കൾക്ക് പൂർണ്ണ സേവനം ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വാർത്തകൾ എന്നുള്ള 4ാമത്തെ പേജിലേക്ക് വന്നാൽ അവിടെ പ്രാദേശികമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉണ്ട് എന്നുള്ളതാണ്. തുടർച്ചയായി 3 തവണ, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണ് പ്രാധാന്യം കൂടുതലായി നൽകിയിരിക്കുന്നത്. തുടർച്ചയായി 3 തവണ മത്സരിച്ചവർക്ക് CPIയിൽ മത്സര വിലക്ക് എന്നുള്ളതാണ് തലക്കെട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3 തവണ സ്ഥാനാർത്ഥികളായവർക്ക് CPIയിൽ മത്സര വിലക്ക്, ഇങ്ങനെ ഉള്ളവരെ ആക്കരുതെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തയായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഉറപ്പാക്കാൻ സ്ഥിരം ക്രിമിനലുകൾക്ക് ബോണ്ട് എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാധാനം തകർക്കുന്ന ക്രിമിനലുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു. 3 ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരെ
പ്രതികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പ്രതികളായിട്ടുള്ള ആളുകളുടെ പട്ടിക ഉടൻ തന്നെ തയ്യാറാക്കും. അവരിൽ നിന്നും ബോണ്ടുകളും എഴുതി വാങ്ങും. തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടാൽ ഭാരതീയ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ആ ബോണ്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നടപടികളുമായി പോലീസ് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ സുവോളജി പാർക്ക് കഴിഞ്ഞ ദിവസം കുറേ മാനുകൾ ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ആ മാനുകളുടെയൊക്കെ പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്തു. തൃശ്ശൂരിലാണ് സംഭവം. അതിൽ ഈ പേടിച്ചാണ് ഈ 7 മാനുകൾ ചത്തത് എന്നുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ 10 പുള്ളിമാനുകൾ ചത്തത് തെരുവുനായ ആക്രമണത്തെ തുടർന്നാണെന്നാണ് സ്ഥിരീകരിച്ചത്. ഒപ്പം തന്നെ അതിൽ ബാക്കിയുള്ള 3 ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് 3 മാനുകൾ ചത്തു. ബാക്കിയുള്ള ഈ ക്യാച്ചർ മയോപ്പതി എന്ന ഭയം കൊണ്ടുള്ള ഹൃദയാഘാതം എന്നുള്ളതാണ് അതിൽ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാനുകളെ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ട് അതുകൾ ചത്തതാണ് എന്നുള്ളതാണ്. ഈ കൂടുകൾ മാറ്റുന്ന സമയത്ത് കിളികൾക്കും ഒപ്പം തന്നെ മാനുകൾക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. അന്തർ സംസ്ഥാന ബസ്സുകൾ നിർത്തിയിട്ടുള്ള സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. അന്തർ സംസ്ഥാന ബസ് സമരം യാത്രക്കാരെ വലച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ നീക്കം എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. നികുതി ഒഴിവാക്കണമെന്നാണ് ആവശ്യം എന്നുള്ള കാര്യവും അതിലൊരു സബ് ഹെഡായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നികുതി ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് അന്തർ സംസ്ഥാന ആഡംബര ബസ് ഉടമകൾ ആരംഭിച്ച സമരം യാത്രക്കാരെ വലയ്ക്കുന്നു. ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കത്തിലാണ് ബസ് ഉടമകൾ എന്നുള്ളതാണ് വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തമിഴ്നാട് കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച സമരം തിങ്കളാഴ്ചയോടെ പുതുച്ചേരി, തെലങ്കാന, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. KSRTC ബസ്സുകളും തീവണ്ടികളും പരിമിതമായതിനാൽ സമരം കാര്യമായി ബാധിക്കുന്നത് മലയാളികളെയാണ് എന്നുള്ളതാണ് ആ വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റോറിയലിലേക്ക് വന്നാൽ എഡിറ്റോറിയൽ ശബരിമലയിൽ വേലി വിളവ് തിന്നുമ്പോൾ എന്നുള്ള തലക്കെട്ടിലാണ് ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുൾപ്പെടെയുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ആരാധനാലയങ്ങളിലെ സ്വത്ത് വിശ്വാസികളുടെ സ്വത്താണ്. അവർ മനസ്സറിഞ്ഞ് അർപ്പിക്കുന്നതാണ്. അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിന് തന്നെയാണ് എന്നുള്ളതാണ് ആ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസു അറസ്റ്റിലായത് ലക്ഷക്കണക്കിന് ഭക്തരിൽ ആശങ്കയും അരക്ഷിതബോധവും ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ തന്നെ അത് കൊള്ളയടിക്കുമ്പോൾ തങ്ങൾ ഇനി ആരെ വിശ്വസിക്കണമെന്ന ധർമ്മസങ്കടത്തിലാണ് വിശ്വാസികൾ. ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ എഡിറ്റോറിയലിൻ്റെ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്തയും വീക്ഷണവും എന്നുള്ള 7ാമത്തെ പേജിൽ നിരവധിയായിട്ടുള്ള വാർത്തകൾ നൽകിയിരിക്കുന്നു. ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അതിൽ നൽകിയിട്ടുണ്ട് മാതൃഭൂമി എന്നുള്ളതാണ്. ഉൾഗ്രാമത്തിൽ നിന്നുമാണ് ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അറസ്റ്റിലായ ഡോക്ടർമാരുമായി മറ്റ് ബന്ധമില്ല എന്നുള്ള സർവകലാശാലയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ആശങ്കയിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാർ ക്യാമ്പസിൽ 12 ദിവസം നിർത്തിയിട്ടു എന്നുള്ള ഒരു കാര്യവും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. അത് തടയുന്നതിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു മാതൃഭൂമി. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ജൂറലോ പന്തോ, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മത്സരം ആരംഭിക്കാനിരിക്കുകയാണ്. നാളെയാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഈ ജൂറലും ഒപ്പം തന്നെ പന്തും
രണ്ടുപേരും ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അതാണ് ആ സംഭവമാണ് പ്രധാനമായും വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുവരെയുള്ള ഈ രണ്ട് ടീമുകളുടെയും മത്സരങ്ങളുടെ ചരിത്രം ഉൾപ്പെടെ ഗ്രാഫായി തന്നെയും നൽകിയിട്ടുണ്ട്. H-1B വിസക്കാര്യത്തിൽ ട്രംപിന് മനംമാറ്റം എന്നുള്ള തലക്കെട്ടിലൊരു വാർത്ത നൽകിയിരിക്കുന്നു. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലെയും പ്രതിഭകളെ US വേണം എന്നുള്ളതാണ് അദ്ദേഹം അതിൽ തൻ്റെ നിലപാട് മാറ്റിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും നൽകിയിരുന്നു. മറ്റ് പത്രങ്ങളിലേക്ക് കൂടി പോയെന്നാൽ മാധ്യമം ദിനപത്രത്തിലെ വാർത്ത എത്രയും ബഹുമാനപ്പെട്ട എന്നുള്ള തലക്കെട്ടിലാണ് നൽകിയിരിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ച കാര്യമാണ് ആ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ കാർട്ടൂൺ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട് എന്നുള്ള ആ പാട്ടിൻ്റെ വരികളാണ് അതിൽ നൽകിയിരിക്കുന്നത്. PM ശ്രീക്ക് മരവിപ്പിച്ചു, കേന്ദ്രത്തിന് കത്തയച്ചു എന്നുള്ളതാണ് അതിൽ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. അതിൽ ബിനോയ് വിശ്വം അരിവാൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം, ഒപ്പം തന്നെ അതിൽ കത്തെഴുതുന്ന ശിവൻകുട്ടിയുടെ ചിത്രം, അങ്ങനെയാണ് അത് കാർട്ടൂൺ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ആ വിഷയങ്ങൾ മുഴുവൻ CPIയുടെ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് അത്. PM ശ്രീ നടപ്പാക്കൽ മരവിപ്പിക്കാൻ കേരളം കത്ത് നൽകി, നടപടി CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ എന്നുള്ളതാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. ഡൽഹി സ്ഫോടനം ഭീകരാക്രമണം തന്നെ എന്നുള്ളതാണ് തലക്കെട്ടായി നൽകി. അന്വേഷണത്തിന് വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ 10 അംഗ NIA സംഘം എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നുണ്ട്. ഒപ്പം കുവൈത്തിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആ വാർത്തയും നൽകിയിട്ടുണ്ട് മാധ്യമം. ഡീനിൻ്റെ ജാതി അധിക്ഷേപം, കേരള സെനറ്റിലും പുറത്തും സംഘർഷം, പോർവിളി എന്നുള്ളതാണ്. VC അരമണിക്കൂർ കാറിൽ തടഞ്ഞിട്ട് SFI എന്നുള്ളതും തലക്കെട്ടായി തന്നെ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നു. ഗവേഷക വിദ്യാർത്ഥികൾക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സർവകലാശാല സെനറ്റിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത് എന്നുള്ളതാണ് ആ വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. നൊമ്പരക്കാഴ്ചയായി കുഞ്ഞു വിനോദിനി എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒരു വാർത്ത. അത് ചിറ്റൂരിൽ 1.5 മാസങ്ങൾക്ക് മുമ്പ് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അതിനുശേഷം ചികിത്സാ പിഴവിനെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ കൈ വലത് കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് 9 വയസ്സ് മാത്രം ഉള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ വലത് കൈയാണ് അത്തരത്തിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. ആ കുഞ്ഞ് ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ വാർത്ത ചിത്രത്തോടൊപ്പം തന്നെ നൽകിയിരിക്കുകയാണ്. രണ്ടാമത്തെ പേജിൽ വളരെ വിശാലമായി തന്നെ വായനയുടെ വസന്തത്തിലേക്ക് എന്നുള്ള തലക്കെട്ടിലാണ് ഈ ഷാർജ രാജ്യാന്തര പുസ്തകമേളയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്. അതിൽ നിരവധിയായിട്ടുള്ള ആളുകൾ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെയും അതിൽ വാർത്തകളാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. CC മുകുന്ദൻ MLAയുടെ ജീവചരിത്രം അത് പ്രകാശനം ചെയ്ത ചിത്രം ഉൾപ്പെടെയുള്ള വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ വായനയുടെ വസന്തത്തിലേക്ക് മീൻ മാർക്കറ്റിൽ നിന്നും സർഗാത്മക നഗരിയിലേക്ക് എന്നുള്ളൊരു തലക്കെട്ടിൽ വാർത്ത നൽകിയിരിക്കുന്നു. പ്രണയവും പ്രവാസവും ഇതിവൃത്തമാകുന്ന നോവൽ മുഹമ്മദ് അജ്മൽ എഴുതിയ നോവലാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ നോവലാണ് എന്നുള്ളതാണ്. ആ ചിത്രവുമായി അദ്ദേഹം നിൽക്കുന്ന ആ ചിത്രത്തോടു കൂടി തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. എന്തായാലും നിരവധിയായിട്ടുള്ള വാർത്തകൾ ഈ പുസ്തകമേളയുമായി ബന്ധപ്പെട്ട പേജ് മുഴുവൻ ഒരുപക്ഷെ അതിനുവേണ്ടി മാറ്റിവെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 3ാമത്തെ പേജിലേക്ക് വന്നാൽ ദുബായ് എക്സിബിഷൻ സെൻറ്റർ വികസനം പൂർത്തിയാവുന്നു എന്നുള്ള തലക്കെട്ടിൽ വാർത്ത. ആദ്യഘട്ടം 1.4 ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് വിപുലീകരണം എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആവേശക്കാഴ്ചയായി ലിവ ഫെസ്റ്റിവൽ എത്തുന്നു എന്നുള്ള ഒരു വാർത്തയും നൽകിയിരിക്കുന്നു. ഡിസംബർ 12 മുതൽ ജനുവരി 3 വരെയാണ് അബുദാബിയിൽ ഈ ഫെസ്റ്റിവൽ നടക്കുക എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നുണ്ട്. അജ്മാൻ ഗതാഗത സാങ്കേതികവിദ്യ പ്രദർശനം 18 മുതൽ ആരംഭിക്കും എന്നുള്ള വാർത്ത നൽകിയിരിക്കുന്നു. റിസർച്ച് ഇന്നൊവേഷൻ അവാർഡ് വിജയികളെ പ്രഖ്യാപിക്കും എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ മാതൃകയിൽ സമ്മേളനം നടത്തി ഷാർജ പേ സ്കൂൾ എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്.
തദ്ദേശാടനം എന്നുള്ളതാണ് മാധ്യമം ഇതിൻ്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ നൽകുന്നതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ISR മുഖ്യം, ജോലി ഭാരത്തിൽ വീർപ്പുമുട്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അതിൽ കളക്ടർമാർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രഥമ പരിഗണന ISRനാണ് എന്നുള്ളതാണ്. വീടുകളിൽ ചെന്ന് ഇത്തരത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പലയിടത്തും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഇവർക്കുണ്ട് എന്നുള്ള കാര്യവും ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. LDFിൽ JDSന് പരിഗണന കിട്ടുന്നില്ല. ശ്രേയാംസ് കുമാർ അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നു. ആ വാർത്ത നൽകിയിരിക്കുന്നു ഈ തദ്ദേശാടനം പേജിലാണ് നൽകിയിരിക്കുന്നത്. മത്സരച്ചൂടിലേക്ക് നാളെ മുതൽ പത്രിക സമർപ്പണം ആരംഭിക്കും എന്നുള്ള വാർത്തയും നൽകിയിരിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വെള്ളിയാഴ്ച ആരംഭിക്കുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരക്കിലേക്ക് നാട് നീങ്ങും. മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി പത്രിക സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ എല്ലാവരും തന്നെ ഉള്ളത്. KPCC വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റുമാരെല്ലാവരും ജില്ലകളിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം വൈസ് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെ ഇത്തവണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സിറിയൻ പ്രസിഡന്റ് ചരിത്രം കുറിച്ച വൈറ്റ് ഹൗസ് സന്ദർശനം എന്നുള്ളതാണ് മാധ്യമം അവരുടെ എഡിറ്റോറിയൽ തയ്യാറാക്കി. ഇസ്രയേലിന് ഭീഷണിയാവാനുള്ള അവസ്ഥയിലല്ല സിറിയ എങ്കിലും അഷറ സ്ഥാനം ഏറ്റെടുത്ത ഉടൻ തങ്ങളെക്കൊണ്ടാവും വിധം ഇസ്രായേൽ ആ രാജ്യത്ത് നാശം വിതച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വരികളായി മേളിലോട്ട് നൽകിയിരിക്കുന്നത്. സിറിയൻ പ്രസിഡന്റാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 1946 സിറിയ സ്വതന്ത്രമായ ശേഷം 80 വർഷത്തിൽ ആദ്യമായിട്ടുണ്ട് സിറിയൻ ഭരണാധികാരി വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നത് എന്നുള്ളതാണ്. ആ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം ആ നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ടാണ് എഡിറ്റോറിയൽ മാധ്യമം തയ്യാറാക്കിയിരിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തെ വീണ്ടെടുക്കാൻ എന്നുള്ള തലക്കെട്ടിലാണ് അതിലൊരു ലേഖനം നൽകിയിരിക്കുന്നത്. അടിമപ്പെട്ടുപോയവരുടെ വിമോചനം സാധ്യമാകുമ്പോഴാണ് സമത്വം, നീതി, സ്വാതന്ത്ര്യം, സമാധാനം തുടങ്ങിയ മാനുഷിക ഗുണങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നതെന്ന് വിഭാവനം ചെയ്ത ചിന്ത ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ മികച്ചതാണ് എന്നുള്ളത് ആ ലേഖനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ്. റെയ്ഡ്, അറസ്റ്റ് എന്നുള്ളതാണ് ആ പൊതുവൃത്താന്ത പേജിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഫരീദാബാദിൽ ഡോക്ടർമാർക്ക് വീട് വാടകയ്ക്ക് നൽകിയ മതപ്രഭാഷകൻ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നു. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അൽ ഫലാഹ് സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട വാർത്ത. അത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളാണ് ആ നിലയ്ക്ക് നൽകിയിരിക്കുന്നത്. അസമിൽ 5 പേർ പിടിയിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ പരിക്കേറ്റ ആളുകൾക്ക് ഒപ്പം തന്നെ ധനസഹായം ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ആ വാർത്തയും നൽകി. ഒപ്പം തന്നെ ഡൽഹിയിൽ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ആ വാർത്തയും അതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ബോക്സിനകത്താണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമം നൽകിയിരിക്കുന്നത്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പര നാളെ തുടക്കം. പന്തും ജൂറലും ഒരുമിച്ചിറങ്ങിയേക്കും. നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിൽ നിന്ന് റിലീസ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. നാളെയാണ് മത്സരം ആരംഭിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന് രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും BCCI ആവശ്യപ്പെട്ടിരുന്നു. ആ വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമം സ്പോർട്സ് പേജിൽ നൽകിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇനിയും പത്രങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.